മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് വളരെ സുഗമമായിട്ട് റെയിൽവേയുടെയോ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സുഗമമായ 100 ഫീറ്റ് റോഡാണ്. അതിനോടനുബന്ധിച്ചുള്ള ഈ ശ്രീ മുക്കൈ ശിവക്ഷേത്ര പരിസരത്തുള്ള ഈ നിലമ്പതി പാലം വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചെങ്കിലും ഈ താഴെയുള്ള നിലമ്പതി പാലത്തിൽ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഈ കുളവാഴകളും അതുപോലെ തന്നെ ഈ പുഴയുടെ നീരൊഴുക്ക് കൃത്യമായിട്ട് മഴക്കാലത്ത് ആ നീരൊഴുക്ക് വളരെ സുഗമമായി പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ശുദ്ധജല വിതരണ പൈപ്പിൻ്റെ താഴെയുള്ള ഏറ്റവും പഴയ പൈപ്പ് ഈ നിലമ്പതി പാലത്തിനോട് യോജിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ പാലത്തിൽ താഴെ കിടക്കുന്ന ഈ പൈപ്പ് ഇത് മുകളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ താഴെയുള്ള ഈ ഓവുകളിൽ കൂടെ കൃത്യമായി ജലം ഒഴുകി അങ്ങ് പോവുള്ളൂ. അപ്പോൾ കുളവാഴ ഇവിടെ ഉണ്ടാകുന്നത് ഈ പരിസരത്തുള്ള സാഹചര്യങ്ങൾ മാത്രം ഒരു 10 അടിക്കോ 20 അടിക്കോ നീക്കം ചെയ്തുകൊണ്ട് മഴക്കുവല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നദികളുടെ കാര്യമായ ഈ വേസ്റ്റുകൾ എടുക്കുന്ന അല്ലെങ്കിൽ ഹോഴ എടുക്കുന്ന ഈ പ്രോസസ്സിന് പകരം ഇവിടെ ഈ പാലത്തിൻ്റെ അടിയിൽ ഓവുകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള കമ്പി സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് സംവിധാനങ്ങൾ ചെയ്യുകയും ആ അടിയിലുള്ള പൈപ്പ് മാറ്റി സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഈ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി അധികൃതർ പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ ഈ നിലമ്പതി പാലത്തിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി പ്രത്യേകിച്ച് മലമ്പുഴ പഞ്ചായത്തും ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചാൽ ഈ മഴക്കാലത്ത് ഇത് നിലമ്പതി പാലം കഴിഞ്ഞ് ഒഴുകി പോകുന്നതിന് ഈ കവിഞ്ഞൊഴുകുന്നതിൻ്റെ സംവിധാനം മാറിക്കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പുഴ സംരക്ഷണ സമിതിയൂടെ ഈ കാര്യത്തിലൊരു ശ്രദ്ധ ചെലുത്തിയാൽ നമുക്കെല്ലാം മുൻകൂട്ടി തന്നെ തയ്യാറെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഈ അടിയിലുള്ള പൈപ്പ് ലൈൻ മാറ്റുന്നതിന് ജലസേചന വകുപ്പുമായിട്ട് ഉടൻ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. വാട്ടർ അതോറിറ്റിയായിട്ടും ഇത് ഗവൺമെൻറ് ഇടപെടണമെന്നാണ് എനിക്ക് പറയാം. പലപ്പോഴും ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, യാത്രാ ദുരിതം വരുന്നുണ്ട്, എന്താണ് പറയാനുള്ളത്? അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ വിനോദസഞ്ചാര മേഖലയുടെ പ്രധാനപ്പെട്ട 2 റോഡുകളിൽ ഒരു ഭാഗത്ത് മേൽപ്പാലം നിർമ്മാണം ഏതാണ്ട് 5-8 വർഷം കൊണ്ട് ഇനിയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ കേരളത്തിൻ്റെ ആയാലും കേന്ദ്രത്തിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം സമയം കിട്ടിയിട്ടും ഈ 2 സർക്കാരുകൾ കേരള സർക്കാരുകൾ സമ്മിശ്രമായി ഇരുന്നു കൊണ്ടും അകത്തേത്തറ പഞ്ചായത്തും പ്രത്യേകിച്ച് പാലക്കാട് MLA കൂടെ അതുപോലെ മലമ്പുഴ MLAയും കൂടെ പ്രത്യേകിച്ച് താല്പര്യം എടുത്തിട്ട് ഈ വിനോദസഞ്ചാര മേഖലയെ വളരെ നല്ല രീതിയിലുള്ള ഒരു സുഗമമായിട്ടുള്ള പാലം അവിടെ കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി അടിയന്തരമായി പരിഹരിക്കണം. അതുപോലെ തന്നെ പാലക്കാടും കോയമ്പത്തൂര് ഈ മേഖലകളിൽ നിന്നും ടൗണിലേക്ക് പോകാതെ തന്നെ ഹൈവേയിൽ നിന്ന് നേരിട്ട് പോകാനുള്ള ഈ ഒരു പാത ഒരു പക്ഷേ മഴക്കാലത്ത് കവിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അന്നേരം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് പല സമയങ്ങളിലും ഇവിടുത്തെ ഗതാഗത നിയന്ത്രണം. അർദ്ധരാത്രിയൊക്കെ ഗംഭീരമായ മഴ അല്ലെങ്കിൽ അതിശക്തമായ മഴ മലമ്പുഴയിൽ പെയ്യുന്ന സമയത്ത് ഈ നദി കരകവിഞ്ഞൊഴുകാനും ഇതിലൂടെ ഇവിടെ വെളിച്ചത്തിൻ്റെ കുറവുകൾ ധാരാളമുണ്ട്. ഈ പാലത്തിൽ പൂർണ്ണമായിട്ടും വൈദ്യുതി അർജൻറ്റായിട്ട് ഇവിടെ ലൈറ്റ് സംവിധാനം വേണമെന്നും ഹൈമാക്സ് ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചാൽ വളരെ അപകടം കുറയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു.